ഞാൻ ആദ്യം പറഞ്ഞുതരാം. ട്യൂണിങ് നമുക്കറിയാം, ഓപ്പൺ സ്ട്രിങ് എല്ലാം ഇ, ബി, ജി, ഡി, എ, ഇ ഇങ്ങനെയാണ് നമ്മുടെ 6 സ്ട്രിങ്ങുകൾ നമുക്കുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഓപ്പൺ സ്ട്രിങ് ഇ ഫസ്റ്റ് സ്ട്രിങ് ട്യൂൺ ചെയ്യാം. ഫസ്റ്റ് സ്ട്രിങ് ട്യൂൺ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇലക്ട്രോണിക് ട്യൂണറോ അല്ലെങ്കിൽ പിന്നെ കീബോർഡ് അല്ലെങ്കിൽ പിയാനോ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് സ്ട്രിങ് ട്യൂൺ ചെയ്തെടുക്കാം. അതിനു മുൻപായി മാനുവൽ ട്യൂണിങ്ങിനെ കുറിച്ച് ഈ ഡയഗ്രാം ഉപയോഗിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഇലക്ട്രോണിക് ട്യൂണർ ഉപയോഗിച്ച് നമുക്ക് എല്ലാ സ്ട്രിങ്സും ട്യൂൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ മാനുവൽ ട്യൂണിങ് നിങ്ങൾ ചെയ്ത് പഠിക്കാൻ വേണ്ടിയാണ് ഞാൻ ഫസ്റ്റ് സ്ട്രിങ് ട്യൂൺ ചെയ്തതിന് ശേഷം ബാക്കി എല്ലാ സ്ട്രിങ്സും മാനുവലി ട്യൂൺ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളോട് നിർദ്ദേശിക്കുന്നത്. അങ്ങനെ മാനുവൽ ട്യൂണിങ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ സഹായം ഇല്ലാതെ തന്നെ നമുക്ക് ഗിറ്റാർ ട്യൂൺ ചെയ്തെടുക്കാൻ സാധിക്കും. ഈ കാണിച്ചിരിക്കുന്ന ഡയഗ്രാമിൽ വളരെ വ്യക്തമായി എങ്ങനെ ഗിറ്റാർ ട്യൂൺ ചെയ്യാം എന്നതിനെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് ഫസ്റ്റ് സ്ട്രിങ് ഈ നമ്മൾ ട്യൂൺ ചെയ്തതിന് ശേഷം സെക്കൻഡ് സ്ട്രിങ്ങിൽ വന്ന് 5ാമത്തെ ഫ്രെറ്റിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഈ നോട്ട് തന്നെയാണ് കിട്ടുക. ഫസ്റ്റ് സ്ട്രിങ്ങും സെക്കൻഡ് സ്ട്രിങ്ങിലെ ഈയും സൗണ്ട് ചെയ്യുന്നത് ഒരേ നോട്ട് തന്നെയായിരിക്കണം. എന്നാലേ നമുക്ക് ആ സ്ട്രിങ് ട്യൂൺഡായി എന്ന് പറയാൻ പറ്റുള്ളൂ. ഈ ഡയഗ്രാമിൽ കാണിച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് സ്ട്രിങ് നമ്മൾ ഇലക്ട്രോണിക് ട്യൂണറോ അല്ലെങ്കിൽ കീബോർഡോ പിയാനോ ഉപയോഗിച്ച് നമ്മൾ ട്യൂൺ ചെയ്തതിന് ശേഷം സെക്കൻഡ് സ്ട്രിങ് 5th ഫ്രെറ്റിൽ വന്നു കഴിഞ്ഞാൽ അവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഈ നോട്ട് തന്നെയാണ് കിട്ടുക. അപ്പോൾ ആ ഈ നോട്ടും ഓപ്പൺ സ്ട്രിങ് ഈയും സൗണ്ട് ചെയ്യുന്നത് ഒരേ നോട്ട് തന്നെയായിരിക്കണം. എന്ന് വെച്ചാൽ ഈ നോട്ട് തന്നെയായിരിക്കണം. എന്നാലേ നമുക്ക് ട്യൂൺഡായി എന്ന് പറയാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ 3ാമത്തെ സ്ട്രിങ്ങിൽ വന്നു കഴിഞ്ഞാൽ 4ാമത്തെ ഫ്രെറ്റിൽ നമ്മൾക്ക് ബി നോട്ടാണ് കിട്ടുക. ആ ബി നോട്ടും സെക്കൻഡ് സ്ട്രിങ് ബിയും സൗണ്ട് ചെയ്യുന്നത് ഒരേ നോട്ട് തന്നെ ആയിരിക്കണം. ഇനിയിപ്പം 4ാമത്തെ സ്ട്രിങ്ങിൽ വന്നു കഴിഞ്ഞാൽ ഓപ്പൺ സ്ട്രിങ് ഡി 5ാമത്തെ ഫ്രെറ്റിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജി നോട്ടാണ് കിട്ടുക. അപ്പോൾ 3ാമത്തെ സ്ട്രിങ് ഓപ്പൺ സ്ട്രിങ് ജിയും ഈ 5ാമത്തെ ഫ്രെറ്റിലെ ജിയും സൗണ്ട് ചെയ്യുന്നത് ഒരേ നോട്ട് തന്നെ ആയിരിക്കണം. ഇനിയിപ്പം 5ാമത്തെ സ്ട്രിങ്ങിൽ വന്നു കഴിഞ്ഞാൽ എ ഓപ്പൺ സ്ട്രിങ് ആണ്. 5ാമത്തെ ഫ്രെറ്റിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡി നോട്ടാണ് കിട്ടുക. അപ്പോൾ ഈ ഓപ്പൺ സ്ട്രിങ് ഡിയും പ്രസ് ചെയ്ത നോട്ട് ഡിയും സൗണ്ട് ചെയ്യുന്നത് ഒരേ നോട്ടായിരിക്കണം. ഒരേ നോട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഡി നോട്ട് തന്നെയായിരിക്കണം. ഇനി ഓപ്പൺ സ്ട്രിങ് ഈ ബേസ് സ്ട്രിങ് ഏറ്റവും അവസാനത്തെ സ്ട്രിങ്. അപ്പോൾ അതിൽ 5ാമത്തെ ഫ്രെറ്റിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എ നോട്ടാണ് കിട്ടുക. അപ്പോൾ ഓപ്പൺ സ്ട്രിങ് 5ാമത്തെ സ്ട്രിങ് എ ഓപ്പൺ, 6ാമത്തെ സ്ട്രിങ്ങിൽ 5ാമത്തെ ഫ്രെറ്റിൽ എ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും സൗണ്ട് ചെയ്യുന്നത് ഒരേ നോട്ട് തന്നെയായിരിക്കണം. അങ്ങനെ എല്ലാ സ്ട്രിങ്ങുകളും നമുക്ക് മാനുവലായി ട്യൂൺ ചെയ്തെടുക്കാൻ സാധിക്കും. ഇങ്ങനെയാണ് മാനുവൽ ട്യൂണിങ് നമ്മൾ ചെയ്യുക. അപ്പോൾ ഇതുപോലെ എല്ലാവരും നല്ലവണ്ണം പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്തിട്ട് നമുക്ക് ഈസി ആയിട്ട് ട്യൂൺ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് വരിക. അങ്ങനെയാകുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെന്റ് ഡിപ്പെൻഡ് ചെയ്യാതെ എവിടെയും നമുക്ക് ഗിറ്റാർ പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ മാനുവലായിട്ട് ട്യൂൺ ചെയ്തിട്ട് പ്ലേ ചെയ്യാൻ പറ്റും. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത ട്യൂട്ടോറിയലിലേക്ക് പോകാം. അങ്ങനെയായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഗിറ്റാർ ട്യൂൺഡായി എന്ന് പറയാം. പിന്നെ യാതൊരു കാരണവശാലും ട്യൂൺ ചെയ്യാതെ നിങ്ങൾ സ്കെയിൽ എക്സസൈസ് ആയാലും എന്തായാലും പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ട്യൂണിങ് കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ പെട്ടെന്ന് നമുക്ക് ഇൻസ്ട്രുമെന്റ് ട്യൂൺ ചെയ്തെടുക്കാൻ സാധ്യമല്ല. അത് ബൈ എക്സ്പീരിയൻസ് മാത്രമേ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതിനുള്ള ഒരു സാവകാശം നിങ്ങൾ കൊടുക്കുക. ഇനി ഇന്നൊരു സ്കെയിൽ സ്റ്റഡിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അത് സ്കെയിൽ സ്റ്റഡി ആണെങ്കിലും കൂടി അതിലൊരു എക്സസൈസ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പിന്നെ കാണിച്ചു തരാം അതെങ്ങനെയാണ് പ്ലേ ചെയ്യുന്നത്. അതിന്റെ ഡയഗ്രാംസ് കൊടുത്തിട്ടുണ്ട്. ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടുകൾ ഏതൊക്കെയാണെന്നുള്ളത് പെട്ടെന്ന് പിന്നെ നോക്കി മനസ്സിലാക്കാൻ പറ്റും. ഈ സ്കെയിൽ നമുക്ക് ബിഗിനിങ് സ്റ്റേജിൽ പഠിക്കാൻ ഉള്ളതല്ലെങ്കിലും നമ്മൾ ഒരു എക്സസൈസിന് വേണ്ടി മാത്രമാണ് ഈ ഒരു അവസരത്തിൽ ഇത് ഉപയോഗിക്കുന്നത്. നിങ്ങൾ നാച്ചുറൽ സ്കെയിൽ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഉള്ള കാര്യങ്ങളാണ് ഇത് എങ്കിലും കൂടി നമുക്ക് കുറച്ചും കൂടി ഒന്ന് പ്ലേയിങ് ഫാസ്റ്റ് ആകാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു പിന്നെ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ വളരെ സ്ലോ ടെമ്പോയിൽ പ്രാക്ടീസ് ചെയ്തിട്ട് മാക്സിമം സ്പീഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ ഞാൻ നോട്ടുകൾ കാണിച്ചു തരാം. ഇതൊക്കെയാണ് നോട്ടുകൾ. ആദ്യത്തെ സെറ്റ് ഇങ്ങനെയാണ്. പിന്നെ പിന്നെ 2 ാമത്തെ സെറ്റ് വരുമ്പോഴേക്കും 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 2 ാ
മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു.